വെൽക്കം ടു ഐഡിയൽ ക്ലാസ്സസ്. നമ്മൾ ഇനി SSLC സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോസായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, ഓരോ ദിവസങ്ങളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം ടെക്സ്റ്റ് ബുക്കിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസും അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടും അതുപോലെ ലെറ്റസ്റ്റ് ആക്സസോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്, എങ്ങനെയാണ് ഒരാൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സൗണ്ട് കേൾക്കുന്നത്, അതുപോലെ എന്താണ് വേവ്സ് എന്താണ്, അതുപോലെ വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സവിശേഷതകൾ എന്താണ് എന്നും അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഈ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പറയുന്നത്. സൗണ്ട് വേവ്സ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരു ടീച്ചറും കുട്ടികളും തമ്മിൽ എന്തോ ഒരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. ആ ആൺകുട്ടി പറയുകയാണ് ആ പെൺകുട്ടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഊഞ്ഞാല. അപ്പോൾ ആൺകുട്ടി പറയാണ്, ഇവൾ 10 ആട്ടം ആടിയിട്ടുണ്ട് ടീച്ചറെ, ഇനി എൻ്റെ അവസരമാണ്, ഇനി എനിക്കാണ് ആടേണ്ട ടൈം ആയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ആടുന്ന പെൺകുട്ടി പറയണേ, ഇല്ല ഞാൻ 5 ആട്ടേ ആയിട്ടുള്ളൂ, അവനക്ക് കൊടുക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ടീച്ചർ അവിടെയുള്ള മിസ്സ് പറയാണ്, അതെ ആ കുട്ടി പറഞ്ഞാണ് ശരി, പെൺകുട്ടി പറഞ്ഞാണ് ശരി, അതെന്താണ് അവൾ 5 എണ്ണേ ആയിട്ടുള്ളൂ എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മളെ സൗണ്ട് വേവ്സ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അടിയിൽ വൈ ഡിഡ് ടീച്ചർ അഗ്രി വിത്ത് ദ ചൈൽഡ് ഓൺ സിംഗ്, എന്തുകൊണ്ടാണ് ടീച്ചർ ഈ ഊഞ്ഞാലാടുന്ന പെൺകുട്ടിയോട് യോജിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ലേ, നമുക്കൊരു സംശയം ഉണ്ടാകും, എന്താ ആൺകുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റുണ്ടോ, എന്തുകൊണ്ടാണ് ആൺകുട്ടി അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഊഞ്ഞാലിൻ്റെ ആട്ടം എണ്ണിയത്, അല്ലേ? അവിടെ നോക്കാം, ഹൗ ഷുഡ് ദ സ്വിങ്സ് ബി കൗണ്ടഡ്. അവിടെ ഒരു കുട്ടീൻ്റെ ഒരു ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് അപ്പോൾ ഒരു ഊഞ്ഞാല ആട്ടം നമ്മൾ കൗണ്ട് ചെയ്യാം, നമുക്ക് നോക്കാം. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്, ആ ഊഞ്ഞാലിൻ്റെ എന്ത് ടൈപ്പ് ആട്ടമാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, സർക്കുലർ ആണോ ഓസിലേറ്ററി ആണോ അവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് പറയാൻ പറ്റുമോ കുട്ടികൾക്ക്, എന്തായിരിക്കും? സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ വട്ടത്തിലല്ലേ ഉണ്ടാവുക, നമ്മൾ ഊഞ്ഞാലിൻ്റെ ആട്ടം വട്ടത്തിലാണോ, മുന്നോട്ടും പിന്നോട്ടും ഉള്ള ഒരു ആട്ടമല്ലേ ഊഞ്ഞാലിൻ്റെത്. അപ്പോൾ എന്താ സംശയമില്ല, എന്താ ഓസിലേറ്ററി ആണല്ലേ. അപ്പോൾ ഓസിലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, മുന്നോട്ടും പിന്നോട്ടും ആടുന്നതിനാണ്, ആ ഒരു ചലനത്തിന്, ആ ഒരു മോഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഓസിലേഷൻ അല്ലേ. നെക്സ്റ്റ് എന്താ നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദ സ്വിങ്. നോക്കിയേ, ഇവിടെ സൈഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഊഞ്ഞാലിൻ്റെ ഒരു മോഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. O എന്ന് പറയുന്നത് എന്താണ്, ഊഞ്ഞാല് ചലനം ഇല്ലാതെ, അതായത് മോഷൻലെസ് ആയി നിൽക്കുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്ന ആ ഇതിനാണ് O എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. then ഊഞ്ഞാല് മുന്നോട്ടാടുന്നു പിന്നോട്ടാടുന്നു, അതാണ് അവിടുത്തെ ഡയഗ്രാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഇനീഷ്യൽ പൊസിഷൻ, എന്താ ഊഞ്ഞാലിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, അതായത് തുടക്കത്തിലുണ്ടാകുന്ന ഒരു പൊസിഷൻ, ഊഞ്ഞാൽ ആടാൻ തുടങ്ങുന്ന ഒരു പൊസിഷൻ. സംശയമില്ല, O ആണല്ലോ അവിടെ കൊടുത്തിട്ടുണ്ട് 3 ഓപ്ഷൻ A, O, B. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, O ആണ്. കാരണം ആ ഒരു ഊഞ്ഞാൽ അനങ്ങാതെ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഊഞ്ഞാൽ എൻ്റെ മോഷന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊസിഷൻ ആണ് എന്ത്, ഇക്വിലിബ്രിയം പൊസിഷൻ, അത് O ആണ് അല്ലേ. ഇനി എന്താ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് എൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഊഞ്ഞാലക്കായാലും എന്ത് മോഷൻ നടക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട് അല്ലേ. മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വെച്ചിട്ട് മുന്നോട്ടും പിന്നോട്ടുമുള്ള ഊഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തോ ഒബ്ജക്റ്റ് ആയിക്കോട്ടെ മുന്നോട്ടും പിന്നോട്ടും ഉള്ള ആട്ടത്തിൻ്റെ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ, ഓസിലേഷൻ. എന്താണ് ഓസിലേഷൻ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളുക, എന്താണ് ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് എൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ എന്താ, മുന്നോട്ടും പിന്നോട്ടുമുള്ള ആട്ടത്തിന് അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം, ഒരു ടൈമിൻ്റെ ഉള്ളിൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ആട്ടത്തിന്, അങ്ങനെയുള്ള ആ ഒരു മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഓസിലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ.
ഓസിലേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? മുന്നോട്ടുമുള്ള ചലനം. അപ്പോൾ എക്സാമ്പിളായിട്ട് സ്വിങ്ങിൻ്റെ ആട്ടം, അതൊരു ഓസിലേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ഒരുപാട് കാര്യങ്ങൾ. സ്പ്രിങ്ങിൻ്റെ മോഷൻ പറയാം, വൈപ്പർ അല്ലേ, മുന്നോട്ടുള്ള വൈപ്പേഴ്സിൻ്റെ മോഷൻ പറയാം. അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും ആയിട്ടില്ല. എങ്ങനെയാണ് അപ്പോൾ ഒരു ഊഞ്ഞാലിൻ്റെ ആട്ടം നമ്മളെങ്ങനെ കൗണ്ട് ചെയ്യുക എന്നുള്ളതല്ലേ? നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? അപ്പോൾ അനങ്ങാതെ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും, ഇപ്പോൾ നോക്കിയേ മക്കളെ, ഈ പിക്ചറിലോട്ട് നോക്കിയേ, ഈ ഒരു ഡയഗ്രത്തിലോട്ട് എല്ലാവരും നോക്കുക. എന്താ, ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഊഞ്ഞാല എന്ത് ചെയ്തില്ല, മോഷന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ആടാൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പൊസിഷനാണ് O. അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, ഒരു ഊഞ്ഞാലെ അങ്ങ് ആട്ടുകയാണ്. ഈ ഊഞ്ഞാലിനെ അങ്ങനെ ആട്ടുമ്പോൾ എന്ത് ചെയ്തു, ഒരു സൈഡിലേക്ക് ഊഞ്ഞാൽ അങ്ങ് പോയി, മാക്സിമം പോയിന്റിലെത്തി തിരിച്ചു വന്നു. ആ ഒരു പോയിൻ്റാണ് ഇത്. ഓയിൽ നിന്നും ബിയിലോട്ടുള്ള പോയിന്റ് എന്താണ്, ഊഞ്ഞാലിനെ ആട്ടാൻ തുടങ്ങിയതിന് ശേഷമുള്ള പോയിന്റ്. അതായത് ഓയിൽ നിന്നും എവിടെ അറ്റമാടി, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട് ഒരു സൈഡിലോട്ട് ആടി. ദെൻ അതുപോലെ തന്നെ ഇവിടെ എത്തി ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി നേരെ ബാക്കിലോട്ട് ആടി. ഓക്കെ, അവിടെ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓയിൽ നിന്നും ബിയിലോട്ട്, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട് ആടുന്ന ആട്ടത്തിൻ്റെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. അതായത് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൽ മുന്നോട്ടാടി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇതൊരു ആംപ്ലിറ്റ്യൂഡാണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു സൈഡിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, മാക്സിമം ദൂരത്തോട്ടാടി, അതൊരു ആംപ്ലിറ്റ്യൂഡാണ്. അതുപോലെ തിരിച്ച് ബാക്കോട്ട് ആടിയിട്ടില്ലേ, ഇതേപോലെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ബാക്കോട്ട് ആടി, അതിന് നമ്മൾ എന്ത് പറയും, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു പോയിന്റ് വരെ അങ്ങ് ആടി, അതും ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ? അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്താ ആംപ്ലിറ്റ്യൂഡ് മക്കളെ? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, മാക്സിമം ദൂരം, ഒരു സൈഡിലോട്ടുള്ള ദൂരം. എവിടെ നിന്ന്? അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു സൈഡിലോട്ടുള്ള ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ അല്ലേ? അതിൻ്റെ സിമ്പലാണ് എ, അവിടെ കൊടുത്തിട്ടുണ്ട് എ. SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മീറ്റർ. സംശയമില്ല, കാരണം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ എന്താണ് യൂണിറ്റ്? മീറ്റർ. അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? മീറ്റർ. ക്ലിയർ അല്ലേ? ഇനി മേലെ കൊടുത്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഡയഗ്രത്തിൽ ഒരു സൈഡിലോട്ട് ഉള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2A, A/2A. ഏതാണ്? പറയാൻ പറ്റൂലേ? ഏതവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ? എ എന്നല്ലേ കൊടുത്തത്. അപ്പോൾ എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എന്താ വൺ സൈഡിലോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡസ് ദ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? എപ്പോഴാണ് ഒരു ഊഞ്ഞാൽ ഒരു ഓസിലേഷനായി എന്ന് നമ്മൾ കണക്കാക്കുക? അതായത് ഒരു ഊഞ്ഞാൽ ഒരു ആട്ടമായി എന്ന് നമ്മൾ എപ്പോഴാണ് കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആ ആൺകുട്ടി എണ്ണിയ എണ്ണവും പെൺകുട്ടി എണ്ണിയ എണ്ണവും എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക മക്കൾ, ഫിഗർ 1.1 നോക്കുക. ഇത് ഊഞ്ഞാലിൻ്റെ ചലനത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഊഞ്ഞാൽ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ഊഞ്ഞാലിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ O ആണ്. ഓയിൽ നിന്നും ബിയിലോട്ട് പോകുന്നു, ബിയിൽ നിന്നും എയിലോട്ട് പോകുന്ന കാണിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു ഡയഗ്രമാണ് അവിടെ കാണിക്കുന്നത്. മേലെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യന് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഊഞ്ഞാലിൻ്റെ ആട്ടം എപ്പോഴാണ് കണക്കാക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യന്. ഒന്നാമത്തെ ഓപ്ഷൻ, വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O റീച്ചസ് A ആൻഡ് റിട്ടേൺസ് ടു O. അതായത് ഒരു പെൻഡുലം എന്ന് പറയുമ്പോൾ ആടുന്ന സാധനം കേട്ടോ. അവിടെ ഊഞ്ഞാലാവാം, പെൻഡുലമാവാം, എന്തും ആവാം. അപ്പോൾ ഒരു പെൻഡുലം സ്റ്റാർട്ട് ഫ്രം O, ഊഞ്ഞാൽ എവിടെ നിന്ന്? ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, ഇക്വിലിബ്രിയം പൊസിഷനായ ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, റീച്ചസ് A, അതായത് ബാക്കിലോട്ടുള്ള ഒരു പൊസിഷൻ വരെ പോയി, ആൻഡ് റിട്ടേൺസ് ടു O, ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് തിരിച്ചു വരുന്നതാണ് ഒരു ആട്ടം. ഒരു ഓപ്ഷൻ അതാണ്. അതായത് നന്നായിട്ട് ശ്രദ്ധിക്കുക, O എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ബാക്കോട്ട് പോയി ദെൻ മുന്നോട്ട് ഈ പൊസിഷനിലോട്ട് തന്നെ എത്തുന്നതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നു, ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്, വെൻ ദ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം O, ഓയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു, എവിടേക്ക് പോയി? എയിലോട്ട് പോയി, ദെൻ ബിയിലോട്ട് മുന്നോട്ടും പോയി, ദെൻ വീണ്ടും ഓയിലോട്ട് തന്നെ എത്തുന്നതാണ് ഒരു ഓസിലേഷൻ എന്നാണ് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഏതായിരിക്കും ഒരു ഊഞ്ഞാലാട്ടായി നിങ്ങൾ കണക്കാക്കുന്നത്?
ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ കണക്കാക്കിയാലും അതിൻ്റെ ആൻസർ എന്താണ്? ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എയിലോട്ടെത്തി ബിയിലോട്ട് പോയി ദെൻ ഓയിലോട്ട് തന്നെ തിരിച്ചെത്തുന്നതാണ് ഒരു ഓസിലേഷൻ ഓഫ് എ സ്വിങ് എന്ന് പറയുന്നത്. എങ്ങനെ? എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലോട്ട് പോയി, ഊഞ്ഞാല ബാക്കിലോട്ട് പോയി, ദെൻ മുന്നോട്ടും പോയി, ദെൻ സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഒരു ഊഞ്ഞാലിൻ്റെ ആട്ടം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? ഇതാണ് നമ്മളെ ആൻസർ. ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, അപ്പോൾ ലോജിക്ക് മനസ്സിലാക്കുക. എപ്പോഴാണ് നോക്കിയേ, ഊഞ്ഞാല എന്ത് ചെയ്യുന്നു? ഈ ഓയിൽ പൊസിഷനിൽ നിന്നും ബാക്കോട്ട് പോയി, ദെൻ വീണ്ടും മുന്നോട്ട് വന്നു, ദെൻ ഈ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്തുന്നതാണ് ഒരു ആട്ടം എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മേലെ പറഞ്ഞിട്ടുള്ള ആ കുട്ടി എങ്ങനെയായിരിക്കും എണ്ണിയത്? കുട്ടി എണ്ണിയത് പകുതി ആട്ടത്തിനെയാണ് ഒരു ആട്ടം എണ്ണിയത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം കൺഫ്യൂഷൻ മനസ്സിലായില്ലേ? ദെൻ a swing complete one oscillation when the pendulum starts from O, goes to both sides and then return to O. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ എവിടെ നിന്നാണോ ആ ഒരു സ്വിങ് ഊഞ്ഞാല സ്റ്റാർട്ട് ചെയ്തത് അതിലോട്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് വരുന്ന ആ ഒരു പോയിന്റ് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എന്താ പറയുക? ഒരു ഊഞ്ഞാലിൻ്റെ ആട്ടമായി എന്ന് നമ്മൾ എപ്പോൾ പറയുന്നത്? ഉറപ്പ് വരുത്തുന്നത്. An oscillation is completed when the body returns its initial position in the same direction from where it started. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ആ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ, ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ ഇങ്ങ് എത്തണം, ഊഞ്ഞാൽ തിരിച്ചെത്തണം. അപ്പോഴാണ് നമ്മൾ എന്താ പറയുക? അതൊരു വൺ ഓസിലേഷൻ ആയി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. ക്ലിയർ? അല്ലെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നമുക്ക് ഇപ്പോൾ എങ്ങനെ ഉറപ്പ് വരുത്തുകയെന്നറിയോ? ഒരു ഊഞ്ഞാല മുന്നോട്ടാടുന്നു വിചാരിക്കും. ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഊഞ്ഞാല ഇപ്പോൾ എന്ത് ചെയ്തു? മുന്നോട്ടാടി. നോക്കിയേ, ഒരു ഊഞ്ഞാല മുന്നോട്ടാടി. അപ്പോൾ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ആയില്ലേ? ദെൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. നോക്കിയേ മക്കളെ, ഊഞ്ഞാല ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുകയാണേ, അവിടെ നിന്നും ഈ ഊഞ്ഞാല മുന്നോട്ടാടി, അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡായി. തിരിച്ച് ഇങ്ങോട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ വരെ എത്തുമ്പോൾ വേറൊരു ആംപ്ലിറ്റ്യൂഡായി. ദെൻ ബാക്കോട്ട് പോയി, അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡായി. ദെൻ വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡും കൂടിയായി. അങ്ങനെ 4 ആംപ്ലിറ്റ്യൂഡ്, 4 ആംപ്ലിറ്റ്യൂഡ് പ്ലസ് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അതൊരു ഓസിലേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഈസി ആയില്ലേ? ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു എൻഡിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അത് ഒരു ആംപ്ലിറ്റ്യൂഡ്. ദെൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വരുമ്പോൾ രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ്. ദെൻ ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ്. ബാക്കിൽ നിന്നും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ 4ാമത്തെ ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെ 4 ആംപ്ലിറ്റ്യൂഡും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണോ അവിടെ തന്നെ തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഓസിലേഷനായിട്ട് കണക്ക് കൂട്ടാം. നിങ്ങൾക്ക് സിംപ്ലി ചിന്തിച്ചാൽ അങ്ങനെയും മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഇനി അവിടെ ചോദിക്കുകയാണ്, ഇപ്പം ഈ ഒരു ഊഞ്ഞാൽ ഇപ്പം ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നല്ലാതെ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഊഞ്ഞാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓസിലേഷൻ കണക്ക് കൂട്ടുക എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് എന്താ ചെയ്യുക? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് എയിൽ നിന്ന് ബിയിലോട്ട് പോവും, ബിയിൽ നിന്നും എയിലോട്ട് എത്തുന്നതാണ് എന്ത്? ഒരു ഓസിലേഷൻ. അവിടെ പറയുന്നുണ്ട് എ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ വെൻ ഇറ്റ് സ്റ്റാർട്ട് എ റീച്ചസ് ബി ആൻഡ് റിട്ടേൺസ് ടു എ. എങ്ങനെയായാലും നമ്മളെവിടെ എത്തിയോടത്ത് തന്നെ എത്തണം. 4 ആംപ്ലിറ്റ്യൂഡും അതിനുണ്ടായിരിക്കും. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഊഞ്ഞാല ആട്ടം നമ്മൾ ക്ലിയർ മനസ്സിലായല്ലോ. അതിനിപ്പോൾ ഊഞ്ഞാലെന്നല്ല, ഒരു പെൻഡുലമായിട്ട് എടുക്കുക. നമുക്കിപ്പോൾ നോക്കിയേ, നമുക്ക് ഈ ക്ലോക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? പെൻഡുലം ക്ലോക്ക്, ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്നൊക്കെ പറയും. എന്താണ്? പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ക്ലോക്കാണ്. ആ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുമല്ലേ. ഇപ്പോൾ എവിടെയും കാണാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്ലോക്കിൻ്റെ ആട്ടമായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേഷനായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനറലി വൺ ഓസിലേഷൻ ഈസ് 4 ആംപ്ലിറ്റ്യൂഡും എന്താണ്? ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തും വേണം. അതാണ് വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ അവിടെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഗിവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേഷൻ. ഓസിലേഷന് വേറെ എന്തെങ്കിലും എക്സാമ്പിൾസുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? മോഷൻ ഓഫ് പെൻഡുലം ക്ലോക്ക്. എന്ത് ചെയ്യുക? മോഷൻ ഓഫ് പെൻഡുലം ക്ലോക്ക്, അത് നമുക്ക് എഴുതാം അല്ലേ? പെൻഡുലം ക്ലോക്കിൻ്റെ മോഷൻ, കാരണം ഇത് അങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നൊരു മോഷനാണ് നമ്മളെ ക്ലോക്കിൻ്റെത്. പിന്നെ എന്ത് ചെയ്താം? സ്വിങ്ങിൻ്റെ മോഷൻ എഴുതാം, ഊഞ്ഞാലിൻ്റെ മോഷൻ എഴുതാം. അതുപോലെ പിന്നെ എന്ത് ചെയ്താൽ നമുക്ക് സ്പ്രിങ്ങിൻ്റെത് എഴുതാം അല്ലേ? സ്പ്രിങ് എഴുതാം, സ്പ്രിങ്ങിൻ്റെ മോഷൻ എഴുതാം. അതുപോലെ നമ്മൾ വൈപ്പറിൻ്റെ മോഷൻ എഴുതാം. അങ്ങനെയൊക്കെ ഒരുപാട് മോഷൻസ് ഉണ്ടല്ലേ, നമുക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ഓസിലേഷനിൽ നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്, നോക്കാം.
നമ്മളോട് ചോദിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഈ ക്ലോക്ക് പെൻഡുലം ക്ലോക്ക് മെനി ഓസിലേഷൻ ദ പെൻഡുലം ഇൻ ദ ക്ലോക്ക് കംപ്ലീറ്റ് ഫോർ ടൈം ചേഞ്ച് ഓഫ് 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഈ പെൻഡുലം ഓസിലേഷൻ നടത്തുന്നുണ്ട്, അതായത് ഈ ഒരു മിനിറ്റിൽ ഈ ക്ലോക്കിൻ്റെ ആട്ടം, ആ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ആട്ടം എത്ര ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആ ഒരു ക്ലോക്ക് കണ്ടിട്ട് തന്നെ അല്ലേ, അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിൽ അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇഫ് എ പെൻഡുലം ടേക്സ് 1 മിനിറ്റ് ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം എത്രയാണ് എന്നാണ് നമ്മോട് ചോദിച്ചത്. ഒരു മിനിറ്റ് അല്ലേ, ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ്റെ സമയമാണ് നമ്മളോട് എന്ത് ചെയ്തത് ചോദിച്ചത്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് അല്ലേ. 60 സെക്കൻഡ് ഈക്വൽ ടു 30 ഓസിലേഷൻ. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഒരു ഓസിലേഷൻ്റെ സമയമാണ്. അപ്പോൾ 30 ഓസിലേഷൻ നടക്കുന്നത് 60 സെക്കൻഡാണ്. 60 സെക്കൻഡിനുള്ളിലാണ് 30 ഓസിലേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഓസിലേഷൻ കാണാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 60/30 അല്ലേ. 6 3 പ്രാവശ്യം 2 സെക്കൻഡ് അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഒരു ഓസിലേഷൻ നടക്കുന്ന സമയം 2 സെക്കൻഡ്. 30 ഓസിലേഷൻ നടക്കുന്നത് 60 സെക്കൻഡിലാണെങ്കിൽ ഒരു ഓസിലേഷൻ നടക്കുന്നത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 60 ഓസിലേഷനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 30 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ 30 നമുക്ക് എത്ര സമയം കിട്ടും? ഒരു ഓസിലേഷൻ്റെ ടൈം കിട്ടും. അപ്പോൾ ഒരു ഓസിലേഷൻ നടക്കുന്ന സമയം എത്രയാണ് മക്കളെ? 2 സെക്കൻഡ്. ഓക്കെ, അതാണ് നമ്മളോട് അവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, നെക്സ്റ്റ് ഒരു യെല്ലോ ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഇറ്റ്സ് സിമ്പിൾ ഈസ് ടി. SI യൂണിറ്റ് ഓഫ് പീരീഡ് ഈസ് സെക്കൻഡ്. ഓക്കെ, എന്താ കൊടുത്തത്? അപ്പോൾ നമ്മളിപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഓസിലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഓസിലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞല്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡ് വൺ നമ്മളെ ടൈം പീരീഡ്. തേർഡ് വൺ ഫ്രീക്വൻസി. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഓസിലേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഓസിലേഷനിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും വൺ സൈഡിലോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നു. ദെൻ ടൈം പീരീഡ് എന്താണ് നോക്കാം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. എന്താണ്? ഒരു ഓസിലേഷന് വേണ്ടിയിട്ടുള്ള സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം എന്താണ്? ഒരു ഓസിലേഷൻ്റെ സമയമാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യെല്ലോ ബോക്സ് നോക്കുക. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടക്കുന്നുണ്ട് എന്നതിനെ പറയുന്നതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിന് നമ്മൾ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ് സിമ്പിൾ ഇങ്ങനെയാണ് ഇടുക, HZ. ഓക്കെ, നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ F ആണ്. F is equal to എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഇവിടെ F കണ്ടോ, എന്താണ് അവിടെ ചോദിച്ചത് നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ആ പെൻഡുലം അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കാണാം? ഒരു മിനിറ്റ് 60 സെക്കൻഡിനുള്ളിൽ എത്ര ഓസിലേഷൻ നടന്നു? 30 ഓസിലേഷൻ നടന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്ര ഓസിലേഷൻ നടന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 30/60. ഓക്കെ, 30/30 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഓസിലേഷൻ എന്നുള്ള ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻ നടന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് /60 ചെയ്യുക. കാരണം 60 സെക്കൻഡിനുള്ളിലല്ലേ നടന്നത്. 60 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടന്നു എന്ന് കിട്ടും. അപ്പോൾ 1/2 എന്ന് കിട്ടി, 0.5. ഓക്കെ, അപ്പോൾ F is equal to 0.5. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി. F is equal to 0.5 ഹെഡ്സ് എന്ന് ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു ഓസിലേഷൻ്റെ. ഫസ്റ്റ് വൺ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. സെക്കൻഡ് വൺ എന്താണ്? ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ്. അല്ലെങ്കിൽ തേർഡ് വൺ എന്താണ്? ഫ്രീക്വൻസി അല്ലേ. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹെഡ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.